ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി പിന്നാലെ പുറത്തുവന്ന തന്ത്രി കണ്ഠരര് രാജീവർ സർക്കാരിന് വെച്ചത് വലിയ പണി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാർ തന്നെ കുടുക്കിയതാണെന്ന് തെളിവ് സഹിതം കണ്ഠരര് രാജീവർ പറയുമ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിലാവുകയാണ്. സർക്കാരിന് തന്നോട് തീർത്താൽ തീരാത്ത പ്രതികാരമാണ്, അതാണ് ഈ കേസിൽ തന്നെ പെടുത്തിയതെന്ന് തുറന്ന് തന്ത്രി കണ്ഠരര് രാജീവർ പറയുമ്പോൾ പിണറായി വിജയനും സംഘത്തിനുമുള്ള കുരുക്കാണ് മുറുകുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കണ്ഠരരുടെ മൊഴി സർക്കാരിനെ അകത്താക്കുമെന്ന് ഉറപ്പാണ്. ശബരിമല കേസിൽ പിണറായി വിജയനും സർക്കാരും SITയെ ഉപയോഗിച്ച് തന്നെ അകത്താക്കിയെന്നും സ്വർണ്ണക്കളവിന് പിന്നിൽ സർക്കാർ പ്രതിനിധികളാണെന്നും കണ്ഠരര് രാജീവർ മൊഴി നൽകി കഴിഞ്ഞു. ഈ മൊഴിയെ ഗണ്ണിക്കാൻ സാധിക്കാതെ വന്ന SITയെ കണക്കിന് വിമർശിച്ച കോടതി പിന്നാലെ കണ്ഠരര് രാജീവരെ ജയിൽ മോചിതരാക്കുകയായിരുന്നു. തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നപ്പോഴുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദങ്ങൾ സർക്കാരിനെ കുടുക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ കുടുക്കിയതാണെന്നും അറസ്റ്റിനു പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമാണെന്നുമാണ് തന്ത്രിയുടെ വാദം. യുവതീ പ്രവേശന സമയത്ത് ആചാരലംഘനം പാടില്ലെന്ന നിലപാടെടുക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തതാണ് അറസ്റ്റിന് പിന്നിലെ കാരണമെന്നും തന്ത്രി പറയുന്നുണ്ട്. സന്നിധാനത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് പ്രതികാരമാണ്. ഭരണകക്ഷിയിലെ ഉന്നതർക്കും തന്നോട് രോഷമാണ്. ഭരണകക്ഷി നേതാക്കൾക്കൊപ്പം തന്ത്രിക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വരുത്താൻ കഥ മെനയുകയാണ് ചെയ്തതെന്നുമാണ് ജാമ്യ ഹർജിയിലെ തന്ത്രിയുടെ വാദങ്ങൾ. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. സ്വാഭാവിക ജാമ്യമല്ല തന്ത്രിക്ക് ലഭിച്ചത്. ഇത് SITക്ക് തിരിച്ചടിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാനായില്ല എന്ന് കോടതി പറഞ്ഞതോടെ പോറ്റിയെ കയറ്റി സർക്കാരാണെന്ന് കൂടിയാണ് തെളിയുന്നത്. തന്ത്രിക്ക് താന്ത്രികപരമായ അധികാരങ്ങൾ മാത്രമാണുള്ളത് എന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ടിയാൽ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകൾ ഇല്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. തന്റെ അറസ്റ്റ് സർക്കാരിന്റെ പ്രതികാരമാണെന്ന നിലപാടിൽ തന്ത്രി ഉറച്ചു നിന്നതോടെ പിണറായി സർക്കാരിന് ഊരാകുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. യുവതീ പ്രവേശത്തെ എതിർത്തതും ദിവസവും നട തുറക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്തതുമാണ് പ്രകോപന കാരണമെന്നും പറയുന്നുണ്ട്. പോറ്റിയെ എത്തിച്ചത് താനാണെന്ന് വരുത്താനുള്ള ശ്രമം നടന്നു. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തത് SIT ബോധപൂർവം മറച്ചുവെച്ചെന്നും തന്ത്രി ആരോപിക്കുന്നുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ M പത്മകുമാറിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യം അനുവദിച്ചത്. കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ 90 ദിവസം പൂർത്തിയായത് ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാർ ഹർജി സമർപ്പിച്ചത്. ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാവില്ല എന്നുറപ്പാണ്. ഈ സാഹചര്യത്തിൽ തന്ത്രി വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ അത് സർക്കാരിന് ഇരട്ട പ്രഹരമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് തന്ത്രിയുടെ വെളിപ്പെടുത്തൽ വന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. വാദം പൂർത്തിയായാൽ ഇന്ന് തന്നെ അപ്പീലിൽ തീരുമാനമെടുത്തേക്കുമെന്നും പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് കഴിഞ്ഞ തവണ അപ്പീൽ പരിഗണിക്കവേ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് S ജയശ്രീയുടെ ആവശ്യം. ഈ വാദം അംഗീകരിക്കുമോ എന്ന് വൈകാതെ അറിയാൻ സാധിക്കും. എന്തായാലും സാക്ഷാൽ തന്ത്രി തന്നെ സർക്കാരിനെതിരെ വന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്ന് ബോധ്യമില്ലാത്ത അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്.